ഹലോ ഗൈസ്, ശ്രീ അൺഫിൽറ്റേഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാണാൻ നല്ല ഭംഗിയില്ലേ, ഞാൻ പുതിയ ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ആ കളർ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കത്തി നിൽക്കുന്നത്. അപ്പോൾ 5 മണി തൊട്ടിട്ടുള്ള നമ്മളുടെ ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ കൊക്കോരയായിട്ട് ഈ നേരത്ത് നടക്കാൻ പോകും. 2 റൗണ്ട് കൊക്കോരയായിട്ട് നടക്കും. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചുങ്കൂട് പണിയില്ലേ നീ? അവിടെ പോയില്ലേ നീ? അങ്ങോട്ട് കുഞ്ഞാനില്ലേ നീ? കുക്കു കുക്കു സുലൈച്ച ഒരു ഹായ് പറഞ്ഞേ. ഹായ് രേജ ഒരു ഹായ് പറഞ്ഞേ. ഇതൊക്കെ നമ്മുടെ രവിയേട്ടൻ്റെ മരങ്ങളാണ്. എനിക്ക് എൻ്റെ അമ്മു ചേച്ചിയുടെ വീട്. അത് നമ്മളെ ഫെബിത്താത്ത. ഇതൊന്നും ഞാൻ ചെയ്തിട്ട് ഒരു ഈസത്തെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടാണ് ചെയ്യാൻ. ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്തിട്ട് കാര്യങ്ങളില്ലേ, അതിലുള്ള ഒരു കാര്യമാണ് കൊക്കോനായിട്ടുള്ള നടത്തം. ഓന് ഹാപ്പി, ഞാനും ഹാപ്പി. അവതേജി ടാറ്റ, അളിയ ടാറ്റ. വല്യമ്മ ഒരു ഹായ് പറഞ്ഞേ. വല്ലച്ച ഒരു ഹായ് പറഞ്ഞേ. ആ നല്ല പേടിയാ. വല്യമ്മ വല്ലച്ച എന്തോ എവിടെണ്ട് വേടണ്ട്. ഇങ്ങനെ ഉമ്മാർത്തുനിന്ന് ബഹളം ഉണ്ടാക്കും, കരച്ചുടങ്ങും. ഞാൻ പോയി വിചാരിച്ചിണ്ടാവും. പേടിപ്പൊ കുറഞ്ഞു തോന്നുന്നുണ്ട്. ആ കൊക്കോ കൊക്കോ നോക്കണില്ല. ബൈ ചോദിച്ചിണ്ടാ നിങ്ങളുടെ സൈക്കിൾ മേലല്ലേ? തറവാടിനെ പറ്റി പറയാം. ഞങ്ങൾ തറവാട് നാട്ടിൽ പറയാം. വെല്ലച്ചൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് ഞങ്ങൾ തറവാട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് വരിക. ഞാനും ഏട്ടനും ഒരു ചേച്ചിമാരും എല്ലാവരും കൂടി ഇവിടെയാണ് ജനിച്ച് വളർന്നുള്ളത്. പിന്നെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട് മാറുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളൊക്കെ തറവാട്ടിലാണുള്ളത്. നല്ല രസമായിരുന്നു. മറ്റേ എല്ലാവരും കൂടിയിട്ട് മറ്റേ ഒളിച്ചുകളി, ഉപ്പ് മഷി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. അതൊക്കെ കളിക്കും. ഉമ്മാർത്ത് മറ്റേ വരച്ചിട്ട് അമൃതേച്ചും ഐശ്വര്യേച്ചും എല്ലാവരും കൂടെ. നല്ല രസമായിരുന്നു. അപ്പോൾ തോന്നുന്നു ഇപ്പോൾ വലുതാവേണ്ടിയിരുന്നില്ല. അതൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും രസമാണ്, അടിപൊളിയായിരുന്നു. എനിക്കിപ്പോൾ കൊക്കോനെ വാങ്ങിയതിന് ശേഷം ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്നല്ല, അവനെ വാങ്ങിയിട്ടിപ്പോൾ 1 മാസം നടന്നിട്ടില്ല, 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്ന മാറ്റം ഞാൻ ഒന്ന് പറയാം. എനിക്ക് ഭയങ്കര ഓവർ തിങ്കിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു കുറച്ച് കാലം വരെ. അപ്പോൾ ഈ നടക്കുമ്പോൾ കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കുറേ ആൾക്കാരെ കാണും, അവരോട് സംസാരിക്കും. അപ്പോൾ ഈ ഡെയിലി ബേസിൽ നടക്കുമ്പോൾ എനിക്ക് തന്നെ നമുക്കൊരു ഭയങ്കര ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര എന്താ പറയുക മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ
ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ നടക്കാൻ തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് സമയമുള്ളതിനനുസരിച്ച് ഈവനിങ്ങോ അല്ലെങ്കിൽ രാവിലെയൊക്കെ ആയിട്ട് നടത്തത്തിൻ്റെ സമയം കൂട്ടുക. ഭയങ്കരമായിട്ട് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ സഹായിക്കും. രജനിച്ചതടി കൊക്കോ പേടി മാറി പേടി മാറി ആന്നു പേടി മാറിട്ടാ. ഇപ്പൊ തണുവല്ലേ, കാറ്റ് കൂടുതലല്ലേ. നിങ്ങൾ 3 അത്ര ഉള്ളൂ കളിക്കാ? അതിന്റെ ബാക്കിയുള്ളവരെന്ത് പൂരത്തിന് പോയിണ്ടാവൂടാ? അന്ന് കുഴപ്പമാടെ മേലല്ലേ നിങ്ങൾ പോയില്ലേ? വൈ പോട്ടെന്നാ. സത്യം പറഞ്ഞെനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ കാക്കൂടിയുള്ള പണി ചെടിക്ക് നനയ്ക്കാണ്ടാവും വൈകിട്ടിട്ടാ. പിന്നെ ഈ കളല്ലേ ഇവിടെ അടിക്കണം, അതൊക്കെയാണ് പണിയുള്ളൂ. അപ്പൊ അത് മാത്രം ഇങ്ങനെ കാണിക്കാൻ പറ്റൂലല്ലോ, മോശമല്ലേ. കാര്യമായിട്ടൊന്നും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത് ഈ വീഡിയോയിൽ. ഇത് ഞാൻ പുതിയ പിടിപ്പിച്ചാട്ടെ, ഈ വാട്ടർ ഗ്യാസ് അല്ല, ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വെല്ലുമരോട് കൊടുക്കുന്നതാണ്. അതിങ്ങനെ വരിക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ മാത്രം ആയിട്ടില്ല. കുറച്ച് ചെടിയുള്ളൂ, അതിലുള്ള ചെടിക്കൊക്കെ ഒന്ന് നനയ്ക്കും. 4 ചട്ടിയിൽ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രഹസനാണ്. പിന്നെ അങ്ങനെ പണികളൊന്നുമില്ല. ചെടിക്ക് നനയ്ക്കണം നല്ലൊരു പരിപാടി കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും. ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഉണ്ണിയാളൊക്കെ വരും, ഓരോയിട്ട് വെറുതെ ഇങ്ങനെ കത്തി അടിച്ചിരിക്കാനാണ് ഞാൻ അടുത്ത പരിപാടി ഉള്ളത്. അല്ലേ സൈന വന്നിട്ടുണ്ട്. ഹായ്, ഇതാണ് സൈന. അതുപോലെ തന്നെ ഇതാണ് സൽമാൻ. പിന്നെ എൻ്റെ അച്ഛനെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എങ്ങനെ ലിപ്സ്റ്റിക് കൂടിയാ കുഴപ്പമില്ലേ? അതിനെങ്ങനെ ബുദ്ധിമുട്ട്. കൊക്കു കൊക്കു കൊക്കോന്റെ മുടിയൊക്കെ വെട്ടിക്കൊടുത്ത് ഞങ്ങള് കണ്ണിന്റെ അടക്കില്ല. അല്ല അച്ഛാ, അച്ഛൻ ഇപ്പൊ എന്താ മാറ്റങ്ങൾ വന്നുള്ളത്? പിന്നെ നമുക്ക് സമയം പോകണ്ടില്ലേ പെട്ടെന്ന്. അച്ഛൻ ആദ്യം വീട്ടില് പട്ടീനെ വളർത്താൻ ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ, അതെന്തായിരുന്നു? പിന്നെ കൊക്ക വന്നപ്പോ ഇപ്പൊ മാന്തുമ്പോ എന്താ തോന്നല്? അച്ഛൻ മറ്റേ സ്റ്റെപ്പ് കാണിച്ചു, മറ്റേ സ്റ്റെപ്പ്. ഞങ്ങൾക്കും ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ സിഗ്നേച്ചർ സ്റ്റെപ്പാട്ടെ. ഞങ്ങൾ ഏത് പരിപാടി വന്നിട്ടുണ്ടെങ്കിലും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ഡാൻസ് കളിക്കും ആദ്യം, എന്നിട്ട് അച്ഛനെ വിളിക്കും. അപ്പം അച്ഛൻ ഇങ്ങനെ വരും, എന്നിട്ട് ഞങ്ങൾ കളിക്കുന്ന സ്റ്റെപ്പാട്ടത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര കുഞ്ഞിതാന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഹാബിറ്റിൽ, ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞ ഹാബിറ്റ് എൻ്റെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് കുറച്ച് മാസങ്ങളായിട്ട് ഭയങ്കര വ്യത്യാസമില്ല അച്ഛാ. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ആലോചന ഭയങ്കര കൂടുതലായിരുന്നു. അത് ഒരു പരിധി വരെ ഈ ഒരു നടത്തം എന്നെ സഹായിച്ചിട്ടുണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് അധികം പൈസയുടെ ചിലവില്ല. നമുക്ക് ഇമ്മളും മതി, ഇമ്മളുടെ കാലും മതി അല്ലേ? അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി അത് മാറ്റുക എന്നുള്ളത്. അപ്പോൾ നാളേക്ക് മാറ്റി വയ്ക്കേണ്ട, മറ്റന്നാളേക്ക് മാറ്റി വയ്ക്കേണ്ട, അത് മാറ്റി വയ്ക്കാതെ ഇന്ന് തന്നെ ചെയ്തു കളഞ്ഞ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ. ഇതാട്ടെ എൻ്റെ ഒരു ഇത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അതാ കൊക്കോ തന്നെ പറഞ്ഞു ഇത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേരെന്താണ്? ശ്രീ അൺഫിൽറ്റേഡ് എന്നാണ് ചാനലിൻ്റെ പേര്. അത് മറക്കരുത്. നിങ്ങളൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ജീവിച്ചു പോണത്. അതാണ് എൻ്റെ അടുത്തൊരു മോട്ടിവേഷൻ, വീഡിയോ ഇടാൻ നമ്മുടെ ഒരു മോട്ടിവേഷൻ. അപ്പോൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഭയങ്കര നന്ദിയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. ടാറ്റ പറയടി, ചിരിച്ചുകിരി.